സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിലും സിപിഎമ്മിലും ആഭ്യന്തര തർക്കങ്ങളും വിമർശനങ്ങളും പുകയുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അനുകൂലമായ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എസ്എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയിൽ മാത്രം കെട്ടിവെച്ച് അദ്ദേഹത്തെ വേട്ടയാടുന്നത് കടുത്ത നീതികേടാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിക്കുന്നു. ഇടതുമുന്നണിയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം മുറുകുമ്പോൾ എസ്എൻഡിപി മുഖചിത്രമായ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ സഖാക്കൾക്ക് നേരെ ശക്തമായ ആക്ഷേപ ശരങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. സഖാക്കളോട് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ഈ ലേഖനം സിപിഐഎമ്മിന്റെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. അധികാരത്തിൽ ഇരുന്നപ്പോൾ അതിന്റെ സുഖം അനുഭവിച്ചവർ തോൽവി വന്നപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണിക്ക് തുടർഭരണം നേടിക്കൊടുത്ത ജനപ്രിയ നേതാവാണ് പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹത്തെ ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും വാഴ്ത്തിപ്പാടി നടന്നവർ തന്നെയാണ് ഇപ്പോൾ ഭരണം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് നേരെ മാത്രം കുറ്റപ്പെടുത്തലുകൾ ഉന്നയിക്കുന്നത്. അധികാരത്തിന്റെ മധുരം നുകർന്ന് രസിച്ചുല്ലസിച്ചവർ ജനങ്ങൾ കൈവിട്ടപ്പോൾ അതിന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാളുടെ ചുമലിൽ മാത്രം കെട്ടിവെക്കുന്നതും അദ്ദേഹത്തെ വേട്ടയാടുന്നതും കടുത്ത നീതികേടാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. തുടർഭരണം ലഭിച്ചതോടെ പാർട്ടിയിലുണ്ടായ ജീർണതകളെ വെള്ളാപ്പള്ളി അക്കമിട്ട് നിരത്തുന്നുണ്ട്. രണ്ടാം തവണയും അധികാരം ലഭിച്ചതോടെ നേതാക്കളും അണികളും സുഖലോലുപലായിരുന്നതാണ് യാഥാർത്ഥ്യം. താഴെത്തട്ടിലുള്ള ജനങ്ങളെയും അവരുടെ അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങളെയും പൂർണ്ണമായും മറന്ന് പല നേതാക്കളും സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്കായി മാത്രം പാഞ്ഞു നടന്നു. അധികാര ലഹരി തലയ്ക്ക് പിടിച്ച് പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ളവർ ചെയ്ത ഇത്തരം പാപങ്ങളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണമായതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. നേതാക്കളുടെ തെറ്റായ പ്രവണതകൾക്ക് ഒടുവിൽ മുഖ്യമന്ത്രി മാത്രം പ്രതിക്കൂട്ടിലാകേണ്ടി വരുന്ന അവസ്ഥയാണ് വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യുന്നത്. സാധാരണക്കാരായ വോട്ടർമാർക്ക് മുൻപിൽ പാർട്ടി അണികളും പ്രാദേശിക നേതാക്കളും കാണിച്ച ധാർഷ്ട്യമാണ് ജനങ്ങളെ അകറ്റിയത്. ഈ താഴെത്തട്ടിലെ ജീർണതകൾ തിരുത്തുന്നതിന് പകരം ജനവിധി എതിരായപ്പോൾ അതിന്റെ മുഴുവൻ ഭാരവും മുഖ്യമന്ത്രിയുടെ മേൽ ചാർത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ പിണറായി വിജയനെ ബലിയാടാക്കുന്ന ഈ ശൈലി കഷ്ടമാണെന്നേ പറയാനുള്ളൂവെന്നും സിപിഎം അടിയന്തരമായി ആത്മാർത്ഥമായ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ എഡിറ്റോറിയലിലൂടെ ഓർപ്പിക്കുന്നു. രണ്ടാമതും ഭരണം ലഭിച്ചപ്പോൾ ഇടതുമുന്നണിയിലെ നേതാക്കളും അണികളും ജനങ്ങളിൽ നിന്ന് അകന്നു പോയെന്നാണ് ഈ കനത്ത തകർച്ചയ്ക്ക് കാരണമായതെന്നും വെള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്നു. പാർട്ടിയിൽ വന്ന ജീർണതകളെ അദ്ദേഹം അക്കമിട്ട് നിരത്തുകയാണ്. തുടർഭരണം എന്ന ചരിത്ര നേട്ടം പാർട്ടിക്ക് വലിയൊരു ശാപമായി മാറി എന്നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം കിട്ടിയതോടെ നേതാക്കളും അണികളും സുഖലോലുപരായി മാറി. ജനങ്ങളെയും അവരുടെ അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങളെയും പൂർണ്ണമായും മറന്ന് പലരും സ്വന്തം സാമ്പത്തിക നേട്ടത്തിനായി പാഞ്ഞു നടന്നു. അധികാര ലഹരി നുകരുന്ന തിരക്കിൽ പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ളവർ ചെയ്ത ഇത്തരം പാപങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകാൻ കാരണമായതെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. പാർട്ടി ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുത്ത പഴയകാല നേതാക്കളുടെ കഷ്ടപ്പാടുകൾക്ക് വില കൽപ്പിക്കാത്ത പുതിയ തലമുറയെ വെള്ളാപ്പള്ളി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പാർട്ടി ഒന്നുമല്ലാതിരുന്ന കാലത്ത് പോലീസിന്റെയും എതിരാളികളുടെയും ക്രൂരമായ ആക്രമണങ്ങളെയും പീഡനങ്ങളെയും അതിജീവിച്ച വലിയൊരു ത്യാഗോജ്വല സമര പാരമ്പര്യം പിണറായി വിജയനുണ്ട്. പ്രതിസന്ധികളിൽ പാർട്ടിയെ നയിച്ച് അധികാരം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ്. എന്നാൽ പിണറായിയെ പോലുള്ള സമുന്നത നേതാക്കൾ നിലമൊരുക്കി വിത്തെറിഞ്ഞ് കഷ്ടപ്പെട്ടൊരു കൃഷിയിടത്തിൽ വിളവ് കൊയ്യാൻ മാത്രം എത്തിയ ചില പുത്തൻകുട്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് വെറും ലാഭേച്ഛ മാത്രമേ ഉള്ളൂ എന്നാണ് വെള്ളാപ്പള്ളി തുറന്നു പറയുന്നത്. പുതിയ നേതാക്കളുടെ പെരുമാറ്റ ദൂഷ്യമാണ് ഇടതുപക്ഷത്തെ താഴെത്തട്ടിൽ ഇല്ലാതാക്കിയത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ശാന്തമായോ സൗമ്യമായോ പെരുമാറുന്ന നേതാക്കൾ അപൂർവങ്ങളിൽ അപൂർവമായി മാറിയിരിക്കുന്നു. ഈ പുത്തൻകുട്ടികാരുടെ തമ്പ്രാൻ മനോഭാവമാണ് ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതാക്കി തീർത്തത്. ജനപ്രിയരല്ലാത്ത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതും പരാജയത്തിന്റെ ആഴം കൂട്ടി. ഇത്തരക്കാരുടെ അഹങ്കാരത്തിന്റെ ഫലമായി ജനങ്ങൾ മുന്നണി കൈവിട്ടപ്പോൾ അതിന്റെ മുഴുവൻ കുറ്റവും പിണറായി വിജയന്റെ തലയിൽ മാത്രം ചാരുന്നത് കടുത്ത നീതികേടാണെന്ന് വെള്ളാപ്പള്ളി ഓർപ്പിക്കുന്നു. സാധാരണക്കാരുടെ അഭയകേന്ദ്രമായിരുന്ന പാർട്ടി ഓഫീസുകളുടെ മാറ്റത്തെയും ഘടകകക്ഷികളുടെ വീഴ്ചയെയും വെള്ളാപ്പള്ളി എടുത്തു പറയുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾക്ക് ആർക്കും കയറി ചെല്ലാമായിരുന്ന പാർട്ടി ഓഫീസുകൾ ഇന്ന് മുന്തിയ വാഹനങ്ങളും ബ്രാൻഡഡ് വസ്ത്രങ്ങളും ധരിച്ച ഇടനിലക്കാരുടെയും അധികാര കച്ചവടക്കാരുടെയും കേന്ദ്രമായി മാറി. വിദ്യാർത്ഥി നേതാക്കൾ മുതൽ ലോക്കൽ സെക്രട്ടറിമാർക്ക് വരെ അഹങ്കാരത്തിന്റെ ഭാഷയാണ്. മുന്നണിയിലെ പ്രധാന കക്ഷിയായ സിപിഐ സൃഷ്ടിച്ച പ്രശ്നങ്ങളും സർക്കാരിന്റെ ശോഭ കെടുത്തി. സിപിഐ ഭരിച്ച സിവിൽ സപ്ലൈസ് റവന്യൂ വകുപ്പിൽ നവ കമ്മ്യൂണിസ്റ്റുകാരുടെ അഴിമതി വാഴ്ചയായിരുന്നു. ഇവരുടെ എല്ലാം തെറ്റുകൾക്ക് ഇപ്പോൾ പിണറായി വിജയൻ മാത്രം കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നത് കഷ്ടമാണെന്നും സിപിഐഎം അടിയന്തരമായി ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. തോൽവിയുടെ ഭാരം മറ്റൊരാളിലേക്ക് ചുരുക്കാതെ താഴെത്തട്ടിലുള്ള ജീർണതകൾ തിരുത്താൻ ഇടതുമുന്നണി തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വെള്ളാപ്പള്ളിയുടെ ഈ തുറന്നു പറച്ചിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.